അവ എന്നെ മോനെന്ന് വിളിച്ചിട്ട് ആ ഹലോ ബ്രോ ഗ്യാങ്ങാന്നാ ജോഡു അണ്ണൻ വന്നടാ നമ്മുടെ അണ്ണൻ ഇനി മുതൽ അണ്ണൻ നമ്മുടെയൊക്കെ അമ്മടേക്കാണ് ഹലോ ഹലോ ഇതെല്ലാരും പോയേട്ടാ ഇനി വേറെ എവിടെയും പോയി ചോദിക്കും ഇതെന്താണ് ഒന്നും കേൾക്കുന്നില്ല ഹലോ കേക്കുണ്ടോ നിങ്ങളെന്താ എല്ലാരും കൂടെ വേണ്ട നമ്മള് ചോദിച്ചോ എങ്ങനെ ഗ്യാങ് റിക്രൂട്ട്മെന്റ് ഗ്യാങ് അയ്യോ ഞാൻ ഗ്യാങ്ങിലൊന്നും ഇല്ല ഞാൻ സിറ്റിസണാ സൂപ്പർ മാത്രമേ ഉള്ളല്ലേ ഏത് ഗ്യാങ്ങിലാ സത്യം ഞാൻ ഇനി അങ്ങോട്ടൊരു സാമ്രാജ്യം പണിയാൻ പോവാ അത് കട്ടള പോലും വെക്കാതെ പൊട്ടിപ്പൊയ്ക്കോളൂ കുഴപ്പമില്ല ഹറാം പറഞ്ഞ ഇറ്റാച്ചിയുടെ മോനാ ഹലോ ബ്രോ എവിടെ അവൻ വന്ന വഴിക്ക് പോയാ ഹലോ ഹലോ ഹായ് ഹലോ ആ പറയൂ പേരെന്താ ഞാൻ ജോസു ജോസു നമ്മുടെ പേര് നമ്മുടെ 3 പേരെ പേരോടെയാണ് നമ്മള് വന്നതാ ഏത് ഗ്യാങ്ങാണിത് ആര് വിളിച്ചിട്ട് വന്നേന്ന് റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂ ഉണ്ടാ ഗ്യാങ് ഇന്റർവ്യൂ ഞങ്ങള് നമ്മള് 3 പേരെ എടുക്കൂ അയ്യോ ഇപ്പൊ ഇന്റർവ്യൂ എടുത്തു വെക്ക് പിന്നെ വിളിച്ചാലും മതി അതയ്യോ ഇപ്പൊ അങ്ങനെ എടുക്കത്തില്ല നമ്മളവിടെ ആവശ്യം വരുമ്പോഴേ എടുക്കാറുള്ളൂ ഞങ്ങൾ അപ്പത്തേക്ക് ഞങ്ങൾ അനൗൺസ് ചെയ്യും നമ്മള് നീ ഇവിടെ ബ്രോ നമ്മളെയും കൂടെ എടുക്കൂ ബ്രോ ആണ് ബ്രോ ബ്രോ അതെന്താ ബ്രോ ബ്രോ സെക്യൂരിറ്റി ആയിട്ട് എവരി സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കും എന്നെ സ്ലോട്ട് എടുത്താൽ കൂട്ടുകാരെ വിറ്റോലെയല്ലോ ബ്രോ അവനെ എനിക്ക് എന്തെങ്കിലും ഞാൻ മിണ്ടിക്കുന്ന സൗണ്ട് മനസ്സിലാവടാ നമ്മൾ ഒരാളെ ഒരു സ്ഥലത്ത് നമ്മൾ പോവല്ലേ എനിക്ക് എന്തെങ്കിലും മിണ്ടണം മിണ്ടിക്കാൻ സൗണ്ട് മനസ്സിലാവുക ബ്രോ നിങ്ങളുടെ ഗ്യാങ് അടിപൊളിയല്ലേ ബ്രോ നമുക്കറിയാലേ നമ്മള് കൊറേ കണ്ടിട്ടുണ്ടല്ലേ പറഞ്ഞ ഗ്യാങ് കയറുന്നേ ഗ്യാങ് അടിപൊളിയാണ് അതുകൊണ്ട് എന്റെ നെഞ്ചത്തോട്ട് കേറിക്കലട ഇച്ചിരി നീങ്ങിയില്ലേ നല്ല കുക്കിംഗ് ഒക്കെ ചെയ്യും കുക്കിംഗ് കാർലോ ചേട്ടന് നല്ല ഫുഡൊക്കെ അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാം അവിടെ ഓൾറെഡി ഹയാട്ടിന്ന് ഡയറക്റ്റ് ഫുഡാ ഇങ്ങോട്ട് നമ്മള് സ്പെഷ്യൽ ആണ് നമ്മള് കേരള തമിഴ്നാട് കർണാടക തെലുങ്കാന മങ്കാന എല്ലാം ഇருக்கு മറാഠി ചപ്പാത്തി വരെ ഉണ്ടാക്കും നമ്മള് പരിപ്പ് ചപ്പാത്തിയും അച്ചാറും ഒക്കെ നമ്മൾ ഉണ്ടാക്കും ചപ്പാത്തി അച്ചാറാ പഞ്ചാബിന് നല്ല ചപ്പാത്തിയും അച്ചാറും അല്ലേ ഒരു പൊളിയാ നിങ്ങളെ ഗാങ്ങിക്ക് എല്ലാവർക്കും നമ്മൾ ഉണ്ടാക്കി തരാം അതോടെ കടപ്പിലാവൂ ഇല്ല ഹൈ പ്രോട്ടീൻ ആണ് കാരണം അച്ചാറ് ബീഫും ചെമ്മീനൊക്കെയാണ് നമ്മൾ ആദ്യം സ്റ്റെപ്പായിട്ട് എടുത്താൽ മതി പിന്നെ നമുക്ക് സ്ലോട്ട് തന്നാ മതി സെക്യൂരിറ്റി എടുത്തിട്ട് പിന്നെ സ്ലോട്ട് കിട്ടിട്ടുണ്ട് ഈ സെക്യൂരിറ്റി എന്നൊക്കെ പറയാൻ ഭയങ്കര ബോറിംഗ് ആണ് നമുക്ക് അമ്മ ഇടയ്ക്ക് 2 ഓംലെറ്റ് അടിച്ച് കളിക്കാലോ എന്റെ ഫോണാണോ നിങ്ങളെ ലീഡർ ഉണ്ടോ ഇവിടെ
പുള്ളിയായിട്ട് നമുക്ക് ഡയറക്റ്റ് ഒക്കെ സംസാരിക്കാറുണ്ട്. കാർലോസ് ചേട്ടൻ വന്നിട്ടില്ല. കാർലോസ് ചേട്ടൻ ഇന്നൊരു സ്ഥലം വരെ പോയേക്കുവാണ്. ശരി. പിന്നെ വന്നിട്ടില്ല. വേറെ ആരാ ഉള്ളത്? കോഹ്ലിയുടെ വേറെ നമുക്ക് ഹിറ്റുമാനുണ്ട്, ജോണി മാമനുണ്ട്, വർക്കിച്ചനുണ്ട്. ആ ജോണി മാമൻ മതി. നമ്മടൊക്കെ മാമനാണ് ജോണി മാമൻ. എന്നാ ഞങ്ങളുടെ വണ്ടി കേറ്. ഇന്നോട്ട് ലോക്കി ഇവരെ കൊണ്ട് ഇവരെ കുക്കാക്കോ ഷെഫാക്കോ. കേറി ലോക്കി. ടുട്ടു കേറ്, ജോസു. സ്ഥലം തരുന്നില്ലടാ ഇവര്. അതെ നമ്മുടെ ഗ്യാങ് ഹൗസിൽ ഹലോ ഹിറ്റു ജോണി മാമ. കേറിയില്ലേ ജോസു? ഞാൻ വൈത്താലോ വരാം. കൊണ്ടുവരുന്നുണ്ട്. ഇവന്മാരെയൊക്കെ വിൽക്കാൻ കേട്ടാ. അയ്യോ ചപ്പാത്തി ആട്ടും കേട്ടായിട്ട് കുറെ. ഞാൻ ഇവിടെ പോയിട്ടേ ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ട് വരാറുണ്ടാക്കി വിടാൻ കേട്ടാ. ജോഡു ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് എടുത്തിട്ട് വരാം. അടിച്ചു കാണിക്കട്ടെ. അടിച്ചു കാണിക്കാം. ഇവന്റെ ഫുഡൊക്കെ കഴിച്ച ആ മുടിയല്ല ഫുഡിലാവൂലടാ. എന്തിനാടാ എടാ നിങ്ങൾ ഇങ്ങോട്ടാ ഇവൻ ഇറക്കി വിടാ. വണ്ടി ഇറക്കി. ഞാൻ ബീഫ് അച്ചാർ എടുത്തിട്ട് വരാം. പിന്നെ ഇറക്കിയ ഡിഷില് ഫുള്ള് നിന്റെ മുടിയായിരിക്കുമല്ലോടാ. അല്ല നമ്മളത് കിട്ടും. വർഗീസാ ഇതില് ഒരുത്തൻ മുട്ട അടിക്കും, ഒരുത്തൻ സൂപ്പർവൈസ് ചെയ്യും, ഒരുത്തൻ സെക്യൂരിറ്റി ആവണം. ഇങ്ങനെ ഇതാണ് നമ്മുടെ ഇത്. സൂപ്പർവൈസ് ജോലി ഇല്ല, അത് ഓൾറെഡി ഇല്ല. അയ്യോ അത് കുഴപ്പമില്ല. ഞാൻ ഇവിടെ നിയന്ത്രിച്ചോളാം. എവനെ മാത്രം. അതല്ല സൂപ്പർ അതിന്റെ ഇംഗ്ലീഷ് അല്ലേ സൂപ്പർവൈസർ? അല്ല മേൽനോട്ടം. അതെല്ലാം ഒന്നും കാര്യസ്ഥൻ കാര്യസ്ഥൻ. കിട്ടുമോ? ഞാൻ കാര്യസ്ഥനായിക്കോളാം. ഞാൻ കാര്യത്തിനായ എന്താണ് എന്റെ തോർത്തിന ഓൾറെഡി ബാഗി പൊതിന് വെച്ചടാ. അതെനിക്കതാടാ തഴവില് നീ നിനക്കെന്തിനാടാ തോർത്ത്? ചപ്പാത്തി ഉണ്ടാക്കട്ടാ. ചപ്പാത്തി ഉണ്ടാക്കാൻ തുടിയെടുത്തോ കഴിയിട്ട് അടുക്കള എവിടെയാണ്? അടുപ്പുണ്ടോ? ഹിറ്റിംഗ് വന്നിട്ടു അലക്കല്ല ഇവിടെ. അലക്കടാ നീക്ക് വന്നിട്ട് പണി തുടങ്ങിയ ഇവൻ ചെടിയൊക്കെ ഒറ്റടിപ്പിന് 1000 ഉണ്ടാക്കാം. കഴുകി തരും. അതെന്തൊരു കഴിവിലാടാ അത്. 1000 ഏതിനും ജോസു ബ്രദേഴ്സ്. എന്തിനും ഏതിനും. ഇതാണ് സൂപ്പർവൈസർ മാങ്ങാഗോഡ്. യെസ് ഇതാണ് മാങ്ങാഗോഡ്. ഇതാണ് സൂപ്പർവൈസർ. ജോഡു ഹായ് മാങ്ങാഗോഡ്. നമുക്കൊരു വെല്ലുവിളിയായല്ലോ. നിങ്ങൾക്കല്ല എനിക്ക്. ആ കുഴപ്പമില്ല. ഈ മിണ്ടാത്തവരൊക്കെയാണ് നിങ്ങൾ സൂപ്പർവൈസർ ആക്കിയേക്കുന്നത്. ഇറക്കി വിടും ബ്രോ. അവിടത്തേക്കാൾ നല്ല ഇതാണ് ഞാൻ. എന്തുകൊണ്ടും എങ്ങനെയും. അവര് വരട്ടെ. അത് തെറ്റതാണ്. എടാ എന്റെ അടുത്ത് അവര് ഇപ്പൊ കോ-ലീഡേഴ്സ് വരും. എന്നിട്ട് സംസാരിക്കും. അയ്യോ നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് എടുത്ത് വെക്കണേ. എല്ലാരും സെറ്റായ എടാ കേക്കുന്നുണ്ടാ? എടാ എല്ലാരും ബാക്കി എല്ലാരും അടുത്ത് റേഡിയോ കയറാൻ പറ. എന്താണ് റേഡിയോ ഇത്ര പേര്? എടാ 3:45 കൊമ്പിന്റെ അടുത്ത് ലൈനപ്പ് വിളിച്ചോളാൻ പറയട്ടാ. എന്നെ അഖിലിനെയും വക്കലിനും വേറെ വണ്ടി ഇട്ടാ മതി. ഓക്കെ അല്ല നമ്മളെ വണ്ടി തന്നെ കയറിക്കൊണ്ട്. വക്കലിന്റെ വണ്ടിയിലും അഖില് കൊച്ചിന്റെ വണ്ടിയിലും 24 മാവ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ഈ ഒരു വീട്ടിൽ കേറുമ്പത്തേക്ക് സാധനങ്ങളെല്ലാം കൊണ്ടാണ് പോകുന്നത് അല്ലേ? വർഗീസാ ഇവരെ പേര് എന്തൊരു ജോസ് ജോഡു ബാസു. ഇവര് 3 പേരും എല്ലാ ജോലിയും ചെയ്യുമെന്നാണ് ഇവര് പറയുന്നത്. ഞാൻ ഓൺലൈൻ കുക്കാണ്. എനിക്ക് ബാക്കിയില്ല പഠിച്ച് പാത്രം കേൾക്കാനൊക്കെ ഇവന്മാർക്ക് അറിയും.
ഞാൻ ഇവരുടെ എല്ലാം എനിക്ക് തുണി കഴുകാൻ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ, sorry. കുറച്ചൊരു നീയൊക്കെ ഷഡ് ചെയ്യണ കാര്യം അതാ തുണി ഷെഡിലുള്ളതല്ലേ തുണിപ്പെടുമല്ലോ. അതാണ് അതെല്ലാം തുണിപ്പെടും. തുണിപ്പെടുമല്ലോ. ഇത് നമുക്ക് തരടാ. നിങ്ങളുടെ ഉദ്ദേശം എന്താണ് സത്യം? അതെ ഉദ്ദേശം നമുക്ക് ഗ്യാങ്ങിൽ ഇവിടെ കയറണം. ഗ്യാങ്ങിൽ കേറണം. ഗ്യാങ്ങിൽ കയറണം. തുണി കഴുകാൻ വേണ്ടിയാ. ഗ്യാങ് എങ്ങനെയായാലും മതി. ചെയ്യുന്നേ. നിങ്ങളുടെ ഇവൻ കൂടെ തുണി നടക്കണം. കഴുകും. ഇവൻ ചപ്പാത്തി വരുത്തും. ഓക്കെ. ഞാൻ ഇവനെ നോക്കി നടത്തും. ലൈനപ്പിൽ കാണുന്നത്. ദോസു കക്കൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? കക്കൂസ് ആർപിക്ക് തന്നെ ചടങ്ങുവോ ഹാർപ്പിക്ക് നീല ഹാർപ്പിക്ക്. പിന്നെ ഡ്രാഗൻ 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു ടഫായിട്ട്. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. നമ്മളെ ഗ്യാങ്ങിലോട്ട് ചോദിച്ചു വന്നതാണ്. ഗ്യാങ് റിലേറ്റഡ് എന്ത് ചോദിച്ചാൽ നമ്മൾ ചാടി പറയും. അറിയാം. ഓ അറിയാലോ. റിലേറ്റഡ് എന്തുകൊണ്ട് ചോദിച്ചോളൂ. ഈ നൂഡിൽസ് ഒന്നും കഴിച്ച് കഴിച്ച് മടുത്തു. ഒരു ബിരിയാണി കഴിച്ചാൽ കൊള്ളായിരുന്നു, അതുകൊണ്ടാ ചോദിച്ചത്. ഒരു പ്രീവാറിൽ എത്ര പേര് ഇറങ്ങണ്ടേ? 25. തെറ്റി 30. ഓ മൈ ആരാ ഗോഡ്. പറഞ്ഞേ? ശരി ഉത്തരല്ലേ? അവർ ചിക്കനല്ലേ ഉറപ്പായിട്ടും അവൻ ആദ്യം പുറത്തോട്ട് വെക്കോ. വിട്ടോ എന്തായാലും നിന്റെ പണി കഴിഞ്ഞു പോടാ. ജോഡ് പൊക്കോ. സോറി തെറ്റിപ്പോയി. സോറി. പിന്നെ ഡ്രാഗൻ എന്തേലും ചോദിക്കും ടഫായിട്ടുള്ള എന്തേലും. നിങ്ങൾ എന്തുകൊണ്ട് KVA ചൂസ് ചെയ്ത് അത് പറ. പച്ച കളറൊക്കെ ഉണ്ട്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കളർ, നമുക്ക് പച്ചക്കളർ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് എന്തുകൊണ്ട് പച്ച പൊടിയില്ല, നീലമുണ്ട്, ചുവപ്പുണ്ട്? തലയില് പച്ച അടിച്ച പെട്ടെന്ന് നിരക്കുമെന്ന് പറഞ്ഞു. വിചാരിച്ച് അങ്ങനെ എല്ലാരും പച്ചയായ അപ്പാപ്പന് എത്ര വയസ്സായി? അപ്പാപ്പനെ അറിയാമോ? അപ്പാപ്പന് 78. അപ്പാപ്പൻ 78 വയസ്സായി. അല്ലേ? അപ്പാപ്പനും അമ്മായിയും തമ്മിലുള്ള ബന്ധം എന്താ? ഭാര്യ ഭർത്താവല്ലേ? അല്ല, അല്ലേ? അല്ല ഞാൻ പറയാം, ഒരേ കുടുംബത്തിലുള്ള മൂത്ത കാരണവര്. ഓക്കെ. തമ്മിലുള്ള ബന്ധോ പെങ്ങളായിരിക്കും അല്ലെങ്കിൽ ചേട്ടനായിരിക്കും. ലവേഴ്സ് അല്ലേ, ലവേഴ്സ്. അങ്ങനെയൊക്കെ പറയാം. ലവേഴ്സ് ആണോ? ദോസു ഈ പ്രായത്തിലാ? ലവിനൊരു ഏജ് ഇല്ലടാ. ഓ അപ്പൊ ലവേഴ്സ് ആയിരുന്നില്ലേ? നമുക്കറിയില്ലായിരുന്നു കേട്ടാ. ഗ്യാങ്ങിന് വേണ്ടി ത്യാഗം ചെയ്ത 2 മഹാന്മാരാ. ഈ പുള്ളിക്ക് എത്ര വയസ്സ് തോന്നിക്കും? ഏത് ഈ വെള്ളം പിടി ഇതേ ഡ്രാഗൺ. 50. ഓക്കെ, കറക്റ്റ്. എടാ നീ എന്നൊന്നും ഗ്യാങ് കയറ്റുന്നില്ല, മനസ്സിലായോ? ഞാൻ പറയാം, ബ്രോക്ക് ഒരു 23. അത് 17. എടാ ഞാൻ സ്ലോട്ട് മാറിത്തരാം, ഇവനെ കേട്ടിക്കോ. ഇനി നിങ്ങൾ ചെയ്യാനുള്ള 3 പേരെടുത്ത് സംസാരിച്ച് അവരെ സ്ലോട്ട് മാറ്റിപ്പിക്കണം. അതായത് ബാറ്റ്മാൻ സിറ്റിയിലുണ്ട്. ഒരെണ്ണം ഈ പുള്ളി മാറാൻ ഞാൻ ഇവിടെ കേറിയേ. ആ അയ്യോ, അത് വലിയൊരു ഇതായി പോയില്ലെങ്കിൽ ലിയോയുടെ സ്ലോട്ടിൽ ഒരാള് ലിയോ ചേട്ടാ നമ്മളെ ഒന്ന് ചേട്ടന്റെ എല്ലാ ജോലിയും ചേട്ടനോളെ ചേട്ടാ. ഞാൻ 3x കഴിവുന്നില്ലേ? അപ്പൊ എന്നെ കേറ്റി. 3x ഓ ചേട്ടാ സുഖമായിട്ട് ഉറങ്ങാം. കുറച്ചുകൂടെ റെസ്റ്റ് എടുത്തോ. ഞാൻ കളിച്ചോളാം. ഇപ്പോഴൊന്ന് തിരിച്ചു വന്നേ. ചേട്ടാ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്ക ചേട്ടാ. എന്തായാലും വയസ്സൊക്കെ ആയി. ഞാൻ അടി കൊട്ടോളാം. പ്രശ്നമില്ല. എടാ നീ അടി കൊള്ളുന്നവരെ തിരിച്ചടിക്കാനുള്ളവനെ വേണ്ട. ഞാൻ കൊട്ടോളാം. ഞാൻ തിരിച്ചടിക്കാനും റെഡിയാണ്, അടി കൊള്ളാനും റെഡിയാണ് ചേട്ടന് വേണ്ടി. നമ്മള് ഫ്ലെക്സിബിൾ ആണ്. ജോസു ജോഡു റെഡിയായി. ഇപ്പൊ ഇവിടെ സ്ലോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ബാറ്റ്മാൻ നിക്കുന്നത്. നിങ്ങൾ അവനെ കൺവിൻസ് ചെയ്തെടുത്ത ഒരാൾക്ക് സുഖം. അത് നിങ്ങൾ 3 പേര് കൺവിൻസ് ചെയ്ത്
അതാണ് പറഞ്ഞത്, നിങ്ങൾ 3 പേര് തീരുമാനിക്കണം. ഇവന്മാരെന്റെ ജ്യേഷ്ഠന്മാരാ. ഇനി വീട്ടിൽ പൊക്കോളി വൈകി പഞ്ചാബിലോട്ട്. പോടാ. പറ്റൂല അത് പറ്റൂല. ജോസു അങ്ങനല്ലാതെ വീട്ടിൽ പോടാ രണ്ട്. അങ്ങനെയാണോ ഡീല്? ജോസു ഒരു കാര്യം ചെയ്യ്. അങ്ങനെയല്ലായിരുന്നല്ലോ ഡീല്. തീരുമാനത്തിൽ എത്തും. അവർ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു സ്ലോട്ട് ഉണ്ട് തീരുമാനിക്കാൻ ആരുമാണ്. അത് നിങ്ങൾ ഒത്തൊരുമയോടെ ഒരു തീരുമാനം അത് എടുത്ത് ബോസൂന് തന്നെ ഉള്ളതാ. ഞാൻ ബോസുമായ ഞാൻ എടുക്കും ആ സ്ലോട്ട്. നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് രണ്ടുപേരും ഒരു കഴിവുമില്ല. നിനക്കെന്താ കഴിവുള്ളേ പറഞ്ഞേ? നിങ്ങൾ രണ്ടുപേരും നിയന്ത്രിക്കുന്നില്ലേ? അത് സൂപ്പർ കഴിവ്. നീ മാറിയതോ ആ, നമ്മള് തന്നെ. നിനക്ക് നീ ഔട്ടായി. നീ പറ. നിന്റെ കഴിവ് പറ, ഞാൻ നിന്റെ കഴിവ് പറഞ്ഞില്ലടാ, പറ. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞത് എന്റെ കൂടെ ആരൊക്കെയാ കളിച്ചത്? 1 2 3 4 5 6 7 8 അല്ല ബക്കി എന്റെ കൂടെ കളിച്ചത്. അതല്ല ഈ കളി സ്റ്റാൻഡ് കൂടെയാന്ന് പറഞ്ഞ. വേറെ വിളിച്ചു. മാലിക്കേ വണ്ടി കയറടാ. ബാക്കി വിളിച്ചു ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ബാ, അതോ എവൻ ജോസ്. ഇത് ജോസ്. നിങ്ങൾ തലയിലെ കളർ വെച്ച് പറയുന്നത് വെള്ള ടീഷർട്ട് ഹലോ ടിജി വിളിച്ചായിരുന്നു. ബീബി ഞാൻ ഞങ്ങൾ കേവിങ് ഉണ്ട്. എന്നെയും കൂട്ടിട്ട് പോലല്ലേ റോഷുട്ടി, ഞാൻ നീ വാങ്ങാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടാ. ഓക്കെ റോഷുട്ടി, ബൈ. ഓക്കെ ബൈ. വീഡിയോ കോൾ ചെയ്യാനാ. പീക്ക് കിട്ടുന്നില്ല കേട്ടോ. കമ്മിറ്റ്മെന്റ് ഇല്ല ഡ്രാഗ. നമുക്ക് ടിജി കിട്ടി പോട്ടെ നമ്മള്. ഇല്ല ഞാൻ പോത്തില്ല. ഞാൻ പോണേ. ജോസ് പൊക്കോ. 4 പേരായില്ലേ യൂസേ? അതിന്റെ വണ്ടി കുത്തല്ലേടാ. അതിന്റെ വണ്ടിയിലാന്ന് തോന്നിയിരിക്കുന്നത് സുരേഷും ഈശ്വറും ഇജായനും പിന്നെ ഓ മൈ ജോസ്, നമ്മളെ അങ്ങ് ഊമ്പിച്ചല്ലോ. സമയായി നമുക്ക് പോണ്ടേ. പരിപാടിയായില്ലേ? മാവ്